ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ എല്ലാ പിള്ളേരും അതായത് മലയാളീസ് അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാവരുടെയും മക്കൾ എന്തിൻ്റെ അകത്തെങ്കിലുമൊക്കെ കേമന്മാരൊക്കെയാണ്. അപ്പം ഞാനങ്ങനെ പുറകോട്ട് നിന്നാൽ പാടില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയും അത്ലറ്റിക്സിലും ഒക്കെ നല്ലപോലെ പഠിക്കും അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ആവറേജ് പഠിത്തവും എബോ ആവറേജ് ആയിരുന്നു കേട്ടോ, ആവറേജ് അല്ല എബോ ആവറേജ് ആയിരുന്നു. പക്ഷെ മറ്റേ എക്സ്ട്രാ കരിക്കുലർ ഒന്നുമില്ല. അപ്പോൾ എലിക്യൂഷന് പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പേര് കൊടുത്തു. അവിടെ ചെന്ന് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാന്നോർത്ത് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറ്റിയില്ല എനിക്ക് ഹിന്ദി. അപ്പം എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എൻ്റെ പേര് എൻ്റെ ക്ലാസ് ടീച്ചറല്ല, ആ എലിക്യൂഷന് ഇത് ചെയ്തിരുന്ന ഇൻചാർജായ ടീച്ചർ എൻ്റെ പേരിങ്ങനെ വായിച്ചിട്ട് സൈജു കുറുപ്പ്, बेटा तेरा नाम पढ़ के मैं समझ गई थी कि तू कर नहीं पाएगा എന്ന്. അത് മോനെ നിൻ്റെ പേര് വായിച്ചപ്പോഴേ എനിക്ക് അറിയായിരുന്നു നീ ചെയ്യില്ല, നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അത് ഭയങ്കര ബോഡി ഷേമിങ് പോലത്തെ ഒരു സാധനമല്ലേ? മലയാളിയല്ല, അവര് മറാഠിയാണ്. മലയാളി ആയതുകൊണ്ടുള്ളൊരു ഇതാണോ അവിടുന്ന്? കുറുപ്പെന്ന് പറഞ്ഞാൽ അവർക്ക് മലയാളി, അവരെ സംബന്ധിച്ച് നായർ മേനോനൊക്കെയാണ് മലയാളീസ്. കുറുപ്പെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടത്തെ പോലെ അറിയില്ല അവിടെ ആൾക്കാർക്ക്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണോ അവർ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അങ്ങനെ പറയാൻ പാടില്ല. ഇന്നൊക്കെ അത് പറഞ്ഞാൽ കേസാണ് അല്ലേ, വലിയ വിഷയമായി. അത് അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ചായ എൻ്റെ മനസ്സിൽ എത്രമാത്രം പ്രശ്നമായെന്നറിയാം. പക്ഷേ ഇതിപ്പം അന്ന് നമ്മൾ ഇതൊന്നും വീട്ടിൽ പോയി പറയില്ല. ഇപ്പം വീട്ടിൽ പോയി പറഞ്ഞാലും ഒന്നാമത്തെ പേടി നമുക്ക് എലിക്യൂഷനിൽ പങ്കെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വീട്ടുകാർ അറിയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ആദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് ഒന്നും പറയില്ല. ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ തന്നെ അത് ലൈറ്റായിട്ട് എടുത്താൽ മതി, നിങ്ങൾക്ക് വിട്ടുകളാം. വെച്ചാൽ അന്ന് എന്തോരം അടി കിട്ടിയിട്ടുണ്ട് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ഇതൊക്കെ നമ്മൾ അടി കിട്ടിയെന്നുള്ളത് പേടി കാരണം വീട്ടിൽ പറയില്ല. ഇനിയിപ്പോൾ വീട്ടിൽ പറഞ്ഞാലും അവർ വലുതായിട്ട് ഇത് ചെയ്യില്ല. വെച്ചാൽ അന്നത്തെ ഒരു റെഗുലർ അഫെയർ ആയിരുന്നു അടിക്കുക എന്നുള്ളത്. ഇപ്പോഴല്ലേ അടിച്ചോ എന്ന് ചോദിച്ച പാരന്റ്സ്. അതെ, ഇന്നിപ്പോൾ ചീത്ത പറഞ്ഞ പ്രശ്നമാണ്. അന്ന് കർണക്കുറ്റിക്കിട്ടാണ് അടിച്ചോണ്ടിരുന്നത്. അത് ഈ സാറന്മാരൊക്കെ അവരൊക്കെ അത്യാവശ്യം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അന്നത്തെ സാറന്മാർ. ഞങ്ങൾ എല്ലാവരും മറാഠിയൊന്നുമില്ല, പല സ്ഥലത്ത്. ഈ നാഗ്പൂർ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്, പലയിടത്തുനിന്നും ആൾക്കാർ വന്നിട്ട് ഉള്ള ഇതാണ്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണെന്നേ, നമ്മളൊക്കെ കൊച്ചല്ലേ. അപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് ചിരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അടി, ക്ലാസ്സിൽ നിന്ന് ചിരിച്ചെന്നുകൊണ്ട് അടിക്കേണ്ട ആവശ്യമുണ്ടോ? മുഖത്തൊക്കെ അടിക്കാന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും പിറ്റേ ദിവസമൊക്കെ. അല്ല, ഒറ്റടിക്കുമ്പോൾ ഇങ്ങനെയായി പോകുമല്ലോ. എന്നിട്ട് ഈ അടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ടെൻഡൻസി ഉണ്ട് കൈ ഇങ്ങനെ വയ്ക്കല്. കൈമാറ്റി എന്നിട്ട് ഈ കൈ അങ്ങ് മാറ്റിയിട്ട് ഒരു ഒറ്റടിയാണ് അങ്ങനെയൊക്കെ അടിച്ചോണ്ടിരുന്നത്. ഇപ്പം ആലോചിക്കുമ്പോഴത്തേക്കും അയ്യോ, ഇപ്പോഴതിന്റെ ഒരു ചെറിയൊരു, എന്നിട്ട് നമ്മൾ ഇവരൊക്കെ റെസ്പെക്ട് ചെയ്യുമായിരുന്നു. ഇന്നിപ്പം ഈ അടിച്ച ആൾക്കാർ തന്നെ അവർക്ക് എന്താണ്, നമ്മളിപ്പം ഓൾഡ് ഏജ് ആയി കഴിയുമ്പോഴത്തേക്കും പല അസുഖങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ 10th ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് ചില പയ്യന്മാർ ഈ സാറന്മാരെയൊക്കെ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി വിഷമമാണ്. അയ്യോ അവർക്ക് സംഭവിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചില പയ്യന്മാർ നമ്മൾ ക്ലാസ്മേറ്റ്സ് തന്നെ എഴുതും, അവർക്കത് വേണം, നമ്മളെയൊക്കെ വെറുതെ കുറേ അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് പറയുമ്പോഴും ഞാനൊക്കെ കുറേ കൊണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് സങ്കടമാണ്. എങ്ങനെയൊന്നും പറയാൻ പാടില്ല. അന്നത്തെ സാഹചര്യത്തിൽ അത് അവർ ചെയ്തു. അന്നത് കുറച്ചുകൂടെ നമ്മൾ ഈ പറയുന്ന ഗുരു കൾച്ചർ നിന്നിരുന്ന സമയമല്ലേ ഇതായിരുന്നു. ഇപ്പോഴത്തെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആരും അങ്ങനെ കിഡ്സിലൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ലേ. ഇപ്പൊ ഒരു പാരന്റ് ആണ്, ഒരു പാരന്റ്സ് തന്നെ പിള്ളേരെ അടിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല, പാടില്ല എന്നാണല്ലോ പറയുന്നത്. ഗുണ്ടജയനാവുമ്പോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഡ് റോള് ചെയ്യുന്നതിന്റെ ഒരു വലിയ താല്പര്യം. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോ നമുക്കൊരു കോൺഫിഡൻസും ഓക്കെ അതിലൊന്നും ഒരു ഓക്കെ ആവുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോഴെന്താ ശരിക്കും ഒരുപാട് ലീഡ് റോൾസ് ചെയ്തു. ഇപ്പോഴും എനിക്ക് ആക്ച്വലി എനിക്ക് സഹനടൻ ആയിട്ട് അറിയപ്പെടാൻ എനിക്ക് താല്പര്യം. പക്ഷെ അത് എനിക്ക് ഇപ്പം അധികം വരുന്നില്ല. ഇപ്പോൾ വരുന്ന ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടിയുടെ അകത്ത് വന്നത് ഡേറ്റിൻ്റെ പ്രശ്നം കാരണം ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അത് എന്താണ് ദൈവത്തിൻ്റെ പ്ലാനിങ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട് എനിക്ക് സപ്പോർട്ടിംഗ് റോളാണ് കൂടുതൽ താല്പര്യം.
സോ ഇപ്പം ദാവീദ് ഞാൻ ചാൻസ് ചോദിച്ച്, അല്ല കൊച്ചാപ്പ. അതെ കൊച്ചപ്പോൾ ചാൻസ് ചോദിച്ച് ഞാൻ കയറിയതാണ്. ഓ ഓസ്ലറിൽ ഞാൻ ചാൻസ് ചോദിച്ച്, മിഥുൻ്റെയൊക്കെ നിർബന്ധമായിട്ട് പറഞ്ഞു, മിഥുൻ എനിക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടർ അടുത്ത പടത്തിൽ സഹനടനായിട്ട് വേണം. അങ്ങനെ ഓസ്ലറിൽ കയറിയതാണ്. എന്നുവെച്ചാൽ ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമുക്ക് അറിയില്ലത്. അത് ഈ ഹീറോസ് ആയിട്ടുള്ള ആൾക്കാർ അത് അവരുടെ അത്രയും ഇതാണ് പേഷ്യൻസ് വേണം, ഉത്തരവാദിത്വ ബോധം വേണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചിന്തിക്കാനുണ്ട്. അപ്പം ഞാൻ ആ കാര്യത്തിൽ അത്രയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഇൻ കേസ് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇവരുടെയൊക്കെ പടത്തിൽ അഭിനയിക്കുമല്ലേ നല്ലതെന്നുള്ളതാണ്. അത്ര ഷോൾഡർ ചെയ്യണ്ടല്ലോ. അതെ. സോ അതൊരു ഭയങ്കര ഒരു ലീഗാണത് ഹീറോസ് എന്ന് പറഞ്ഞാൽ. സോ അത് വേണോ എന്നുള്ളതാണ്. പക്ഷെ അത് വേണമെന്ന് ചോദിച്ചാൽ ഇപ്പം അതേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ളത് എനിക്കിപ്പോൾ ഓപ്ഷനുള്ളൂ. നമ്മുടെ കരിയർ ഇതായിപ്പോയില്ലേ. സോ അതുകൊണ്ട് ഇപ്പം ഇത് ചെയ്യുന്നു. പക്ഷെ കരിയറിലെ 20th ഇയറിൽ നമ്മളെ ഹീറോ ആയിട്ട് കൂടുതൽ ആളുകൾ വരുന്നു എന്ന് പറയുന്നത് വലിയൊരു ഇത് എല്ലാം പോസിറ്റീവാണ് ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടീച്ചേഴ്സിന്റെ അടി കൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തുള്ളൂ. ഞാൻ ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. അതിന്റെ ട്രോമ ഒന്നുമില്ല. പക്ഷെ ഇതിന്റെ ട്രോമ ഉണ്ടായിരുന്നു കുറെ കാലം. ഈ എന്റെ പേരിനെ പറ്റി പറഞ്ഞത്, ഈ വേർഡ്സ് ആണല്ലോ കൂടുതൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതേപോലെ 10th എപ്പോഴോ വെച്ചിട്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എന്നോട് പറഞ്ഞ്, ഞാൻ ഒരു പ്രാവശ്യം എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചപ്പോഴത്തേക്കും അവൻ എന്തിനത് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഭയങ്കര വൃത്തികെട്ട ചിരിയാന്ന്. ഹിന്ദിയിലാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ അത് എന്നെ കോൺഷ്യസ് ആക്കി. അപ്പോൾ ഈ ചിരി എന്ന് പറയുമ്പോൾ പല്ലുകളാണല്ലോ മെയിൻ ചിരിയിൽ. അപ്പോൾ ഇനി അതിൻ്റെ പ്രശ്നമാണോ എന്താണോ? പക്ഷെ എൻ്റെ പല്ലുകൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര, ഞങ്ങളിപ്പം നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അവനിപ്പം ലണ്ടനിലാണ്. ഞാൻ തമിഴ് പടത്തിൻ്റെ ഷൂട്ട് ലണ്ടനിൽ ചെയ്യുമ്പോഴത്തേക്ക് അവൻ എന്നെ കാണാനൊക്കെ വന്നിരുന്നു. ബട്ട് അന്നത് പറഞ്ഞു. അത് പക്ഷെ ഒരു തമാശയായിരുന്നില്ല. തമാശയായി കേട്ടാൽ എനിക്ക് അത്യാവശ്യം ബോധമുണ്ട് തമാശ എന്ന് മനസ്സിലാക്കാൻ. ഇതൊരു തമാശയായിരുന്നില്ല. അതാണ് സീരിയസ്. ചിലപ്പം എന്തെങ്കിലും വേറെ ഒരു മൂഡിലോ നിന്ന സമയത്ത് അത് പറഞ്ഞതായിരിക്കും. അവന് ഇല്ലില്ല, സംസാരിച്ചില്ല. പിന്നെ കണ്ടിട്ടൊന്നും അതിനെപ്പറ്റി സംസാരിച്ചില്ല. അവൻ ചിലപ്പോൾ അന്ന് എനിക്കിട്ടൊരു അടിയാണ് തരുന്നതെന്ന് വിചാരിക്കുക. അത് അത്ര ഹേർട്ട് ചെയ്യില്ല. ഈ വേർഡ്സ് ആണ് കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബോഡി ഷേമിങ് എലമെന്റ് ഒക്കെ വരുന്നത് പ്രത്യേകിച്ച് അല്ലേ. കല്യാണത്തിന്റെ സമയത്ത് ഇപ്പം നമ്മൾ സ്ത്രീകളുടെ കല്യാണം എപ്പോഴും പറയും കല്യാണ ശേഷം സിനിമയിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോഴും അതിനൊരു ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പുരുഷന്മാരുടെ കേസിലൊരു ഫാമിലി മാൻ ആയ ശേഷം നമ്മളൊരു ആക്ടർ ആവാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് 2005 കാലത്ത് ഇപ്പം നമ്മൾ മമ്മൂക്കാനെയൊക്കെ പറയും എങ്കിൽ പോലും ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ന്യൂ ആയ ഒരു വേൾഡിലേക്ക് ഇന്നാവുക എന്ന് പറയല്ലേ. എങ്ങനെയാ അന്ന് ഒരു ഫാമിലി മാൻ ഒരു ആക്ടറായിട്ട് മാറുന്നില്ല? ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പായിരുന്നു ഞാൻ ആക്ടറായത്. അഭിനയിച്ചു തുടങ്ങി റിലീസായത് പക്ഷെ അതിനുശേഷം റിലീസായത് കല്യാണത്തിന് ശേഷം. അത് പക്ഷെ അതിനു മുമ്പേ ഇപ്പൊ ഈ മയുഗത്തിൽ തന്നെ ഞാനൊരു ഹസ്ബൻഡ് ആവുന്നുണ്ട് എൻ്റെ കഥാപാത്രം. അത് എനിക്ക് തോന്നുന്നത് ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡ്, ഒരച്ഛൻ, ഈ കഥാപാത്രങ്ങളെ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആവും. ഇപ്പം നമ്മുടെ കുട്ടിയെ കൊഞ്ചിക്കുന്ന പോലെ ഇപ്പം അതിന് മുമ്പായിട്ട് കുറേ പേർക്ക് പറ്റുമായിരിക്കും കേട്ടോ. പക്ഷെ ഒരു നോർമൽ ഒരാൾക്ക് എനിക്ക് തോന്നുന്നത് ആ റിലേഷനും കൂടെ മനസ്സിലാക്കിയിട്ട് പിന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കണം. അതെ 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 എക്സാക്ട്ലി. ഇപ്പം അമ്മയച്ഛനായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ടുള്ളത്. ഇപ്പം എനിക്ക് ചേട്ടനില്ല, എനിക്ക് ചേച്ചി വരുന്നുണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചി ഉണ്ടല്ലോ, അപ്പം ചേട്ടന്മാരുടെ നമുക്കതങ്ങ് ആലോചിച്ചാൽ മതി. ചേച്ചിയോട് ഞാൻ എങ്ങനെയായിരുന്നു അതേപോലെ ഇപ്പം എൻ്റെ ചേട്ടൻ. അപ്പോൾ ആ റിലേഷൻ നമുക്ക് മറ്റേത് വൈഫും മക്കളുടെ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എത്രയോ ഹീറോസ് അച്ഛൻ കുട്ടികളുടെ അച്ഛനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ എനിക്കും പറ്റും. പക്ഷെ കുറച്ചുകൂടി ഈസി ആവും ആ റിലേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ.